ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പീക്കിംഗ് ചാലഞ്ചിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു ഓക്സിലറി വെച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൂം ഡസ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൽ കുറേ ആളുകൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ട്സിൽ കുറേ കമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കമൻസിനെല്ലാം അതായത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറേ സംശയങ്ങൾ, അതിനൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഡിഡ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേ ആളുകൾക്ക് കുറേ ഡൗട്ട്സ് വരും. ഡിഡാണോ, അവിടെ ഹാഡാണോ, ഇനി ഹാവ് ആണോ, അല്ലേ, ഇങ്ങനെ കുറേ സംശയങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓക്സിലറി ഡിഡ് ആണ് കേട്ടോ. ഡിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? ഡിഡ് എന്ന് വെച്ചാല് ചെയ്ത് കഴിഞ്ഞ കാര്യം, അതായത് ചെയ്തു എന്നതാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞു പോയ, അതിന് നമ്മൾ പാസ്റ്റ് ആക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ എന്നത് പറയാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഓക്സിലറിയാണ് ഡിഡ്. ഓക്കെ. അപ്പൊ ഈ ഡിഡ് വെച്ച് ചോദ്യം ചോദിക്കാനും ഡിഡ് വെച്ചിട്ട് പിന്നെ സെന്റൻസ് നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ആക്കാനും ഒക്കെ നമ്മളിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡെയിലി ലൈഫിൽ നമ്മുടെ കോൺവെർസേഷൻ മെയിൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ പറയാനാണ് കേട്ടോ. അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള വെർബ് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ അത് മൈൻഡിൽ നമുക്ക് രജിസ്റ്റർ ആവുള്ളൂ. അപ്പൊ ഇന്നലെ മിൽക്കുട്ടി രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കണം. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ പറയണം, നമ്മൾ ആദ്യം കുറച്ച് പോസിറ്റീവ് സെന്റൻസ് പറയണം. ഞാൻ രാവിലെ എഴുന്നേറ്റു. I got up early in the morning. ഞാൻ കുളിച്ചു. I took my bath. ഞാൻ പല്ല് തേച്ചു. I brushed my teeth. ഇത് മിൽക്കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങളും കൂടി ഒന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. അതായത് ആ ഒരു ഗ്യാപ്പ്, ചെറിയൊരു ഡിലേ ഉണ്ടാവും. അപ്പോൾ ആ ഡിലേയിൽ നിങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണം, എന്നിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കണം. ഓക്കെ. മിൽക്കുട്ടി ഒന്ന് കുറച്ച് സ്ലോയിൽ പറഞ്ഞാൽ മതിയേ. ഓക്കെ. ഞാൻ പല്ല്, മിൽക്കുട്ടി ചിലതൊക്കെ വളരെ സ്ലോ ആയിരിക്കും, ചിലത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അറിയാവുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റിൽ പറയും. ആൾക്ക് പനിയായിരുന്നു, ഒരാഴ്ച നല്ല കടുത്ത പനിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നത്, കുറച്ച് ഡിലേ വന്നത്. ചുമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സൗണ്ട് കറക്റ്റ് ശരിയായിട്ടില്ല. ഏതായാലും നമുക്ക് ഇനി കറക്റ്റായിട്ട് വീഡിയോസ് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ പല്ല് തേച്ചു എന്ന് പറഞ്ഞല്ലേ. ഞാൻ കുളിച്ചു. I took my bath. അതും പറഞ്ഞു അല്ലേ. ഞാൻ ഡ്രസ്സ് ധരിച്ചു. I wore my dress. ഡ്രസ്സ് ധരിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? ഞാൻ ഭക്ഷണം കഴിച്ചു. I had my food. ഭക്ഷണം കഴിച്ച് എന്ത് ചെയ്തു? ഞാൻ നല്ല പിന്നെ രീതിയിൽ എന്താ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞാൻ മേക്കപ്പ് ചെയ്തു. ഐ മേക്കപ്പിന്റെ അല്ല, ഞാൻ മേക്കപ്പ് ചെയ്തു എന്നുള്ള. അപ്പൊ ചെയ്തു എന്നുള്ള വാക്കോട്ട് ഇട്ട് പറഞ്ഞാൽ മതി. ഇത്രയുള്ളൂ. ഐ ഡിഡ് മൈ മേക്കപ്പ് അല്ലേ. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു. ഞാൻ എൻ്റെ മുടി ചീകി. I combed my hair. ഞാൻ എൻ്റെ മുടി കെട്ടി എന്നാണെങ്കിലോ? I tied my hair. I tied my hair അല്ലേ. അപ്പൊ അതിനുശേഷം ഞാൻ എൻ്റെ ടൈം ടേബിൾ ഒക്കെ ചെക്ക് ചെയ്തു. I checked my timetable. ഞാൻ എൻ്റെ ടൈം ടേബിൾ ഒക്കെ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ രാവിലെ അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉള്ള ആളുകളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ രാവിലെ ഭക്ഷണം പാകം ചെയ്തു. I made many foods. I made food അല്ലേ. അല്ലെങ്കിൽ വേറെ വാക്ക് പറയാം, I prepared food എന്ന് പറയാം. ഇനി ഞാനത് ചോദ്യമായിട്ട് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നമ്മളിത് പോസിറ്റീവ് പറഞ്ഞു, ഇതൊക്കെ ഉണ്ടാക്കി. ഇനി അത് ചോദ്യമായിട്ട് ഒരാൾ ഇപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മോട് ചോദിക്കാം, അല്ല നീ ഭക്ഷണം പാകം ചെയ്തോ, നീ പച്ചക്കറി അരിഞ്ഞോ, അല്ലേ, നീ പാത്രം കഴുകിയോ, ഇങ്ങനെയൊക്കെ ചോദിക്കൂലേ. അപ്പൊ അതെങ്ങനെ ചോദിക്കാൻ നോക്കാം. നീ ഫുഡ് ഉണ്ടാക്കിയോ? Did you make food? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ രണ്ടാമത്തെ രൂപമാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് പറയാനായിട്ട് ഉപയോഗിച്ചത് അല്ലേ. അതായത് ഐ മെയ്ഡ് എന്നൊക്കെ ഉപയോഗിച്ച്. അപ്പൊ ആ മെയ്ഡിൽ നിന്ന് നമ്മൾ ഡിഡിനെ പുറത്തേക്ക് എടുക്കണം അല്ലേ. എന്നിട്ടാണ് ചോദിക്കുന്നത് ഡിഡ് യു മേക്ക്. പിന്നെ അവിടെ മേക്കേ ഉള്ളൂ, കാരണം
മേക്ക് പ്ലസ് ഡിഡ് ആണ് മെയ്ഡ്. അപ്പൊ ഡിഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോ ഡിഡിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമ്മൾക്ക് ഡിഡ് യു മേക്ക് അത്രേ ഉള്ളൂ. ഡിഡ് യു മേക്ക് ഫുഡ്? നീ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഉത്തരം ഉണ്ടാക്കിയപ്പോ ഐ മെയ്ഡ് ഫുഡ് എന്നാണ് പറഞ്ഞത്. അതെ, അതെങ്ങനെയാണ് മെയ്ഡ് എന്ന് വന്നത് വെച്ചാല് ഡിഡ് പ്ലസ് മേക്ക് ആണ് മെയ്ഡ്. അപ്പൊ നമ്മള് ചോദ്യമാക്കിയപ്പോ അതിന്റെ നമ്മള് ഇപ്പൊ മെയ്ഡ് ആക്കിയല്ലോ, അതിന്റെ ഉള്ളിലത്തെ ഡിഡിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് ഡിഡ് യു മേക്ക് എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. അതെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മിലു ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഡ് മാത്രമേ അവിടെ ഉള്ളൂ. ഡിഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഡിഡ് യു മേക്ക് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ ഡിഡ് യു മേക്ക് ഫുഡ്? നിങ്ങള് ഫുഡ് ഉണ്ടാക്കിയോ? നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ നിങ്ങൾ പച്ചക്കറി അരിഞ്ഞോ? ഡിഡ് യു വെജിറ്റബിൾ അല്ലെ? ഈ കട്ടിനൊരു പ്രത്യേകത ഉണ്ട്. കട്ട് എന്ന് പറയുന്നത് 3 ഒരേപോലെയാ. കട്ട്. ഇപ്പൊ ഞാൻ വെജിറ്റബിൾ അരിയാറുണ്ട്, ഐ കട്ട് വെജിറ്റബിൾ. ഞാൻ വെജിറ്റബിൾ അരിഞ്ഞു, ഐ കട്ട് വെജിറ്റബിൾ. ഞാൻ വെജിറ്റബിൾ അരിഞ്ഞിട്ടുണ്ട്, ഐ ഹാവ് കട്ട് വെജിറ്റബിൾ. ഇത് ഒക്കെ ഒരേപോലെ ഉണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ഡിഡ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാലും കട്ട് തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് ഈ പുട്ട് എന്ന് പറയുന്ന വാക്കും. പുട്ടാണ്. കട്ട് പുട്ട് ഇതൊക്കെ ഒരേപോലെ വരും. പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തേക്ക് ഇട്ടു വെച്ചു എന്നൊക്കെ പറയില്ലേ, അതിന് കേട്ടോ. ഓക്കെ, അപ്പൊ നീ പച്ചക്കറി അരിഞ്ഞു എന്ന് ചോദിച്ചു. ഇനിയോ നീ സാമ്പാർ ഉണ്ടാക്കിയോ? ഡിഡ് യു മേക്ക് സാമ്പാർ? ഡിഡ് യു മേക്ക് സാമ്പാർ അല്ലെങ്കിൽ പ്രിപ്പയർ സാമ്പാർ? അപ്പൊ ചോദിക്കണേ, ഈ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തേങ്ങ അരക്കണ്ടേ? അപ്പൊ തേങ്ങയൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് മിക്സി യൂസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കണം. അപ്പോ ഡിഡ് യു യൂസ് മിക്സി? എന്തിന്? ഗ്രൈൻഡ് ചെയ്യാൻ. ടു ഗ്രൈൻഡ് കോക്കനട്ട്. യെസ്, ടു ഗ്രൈൻഡ് ദ കോക്കനട്ട് അല്ലേ? അപ്പൊ അവിടെ ചെയ്യാൻ എന്ന് പറയുന്നത് മാത്രമല്ല യൂസ് ചെയ്യാ, എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ എന്താ ഇട്ടത്? ടു ആണ് ഇട്ടത് കേട്ടോ. ടു ഗ്രൈൻഡ് ദ കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാൻ. നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. എന്ത്? ഗാർലിക് പേസ്റ്റ്. എന്തിനെടുക്കാതെ? മിക്സി അല്ലേ, ഇന്നതേ എടുക്കാൻ പാടുള്ളൂ ഒന്നുമില്ലല്ലോ, എന്തിനും എടുക്കാം അല്ലേ? ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടോ നീ പാത്രങ്ങളൊക്കെ കഴുകിയോ? ഡിഡ് യു വാഷ് ദ? പാത്രങ്ങൾക്ക് നമ്മൾ പറയുന്നത് ഡിഷസ് എന്നല്ല പറയാ, യൂട്ടൻസിൽസ് എന്നാ പറയാ. ഡിഡ് യു വാഷ് ദ യൂട്ടൻസിൽസ്? നീ പാത്രങ്ങളൊക്കെ കഴുകിയോ എന്ന് ചോദിക്കണം. പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താ? നിങ്ങൾ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്തോ? അപ്പോൾ ഡിഡ് യു ക്ലീൻ ഫ്ലോർ അല്ലേ? ഇപ്പൊ നമ്മൾ ചോദിച്ചതെല്ലാം ചെയ്തോ എന്നാണ്. ഇനി നമ്മള് സ്കൂളിലേക്ക് പോകാൻ നിൽക്കാന്ന് വിചാരിക്കാം. അപ്പൊ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മിൽക്കുട്ടി പറയാണ്, പിന്നെ ഞാനുണ്ടല്ലോ ഈ സംഭവങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇതൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയാണ്. അപ്പൊ എങ്ങനെ പറയാ? ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. ഐ ഡിഡ്ന്റ് റൈറ്റ് ഹോംവർക്ക് അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഡു മൈ ഹോംവർക്ക് എന്നൊക്കെ പറയാം അല്ലെ? ഞാൻ എന്റെ ഹോംവർക്ക് ഒന്നും ചെയ്തില്ല കേട്ടോ, എനിക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാൻ നല്ല സമയം കിട്ടിയില്ല, അത് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചില്ല, അയ്യോ അവൾ എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഞാൻ വിളിച്ചില്ല. അയ്യോ ഐ ഡിഡ്ന്റ് കോൾ മൈ ഫ്രണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചില്ല. ഇന്നലെ ഓട്ടോ വന്നില്ല. ഓട്ടോ ഡിഡ്ന്റ് കം അല്ലെങ്കിൽ ഓട്ടോ ഡിഡ്ന്റ് റീച്ച്. ഓട്ടോ ഇവിടെ എത്തിയില്ല. ഞാൻ ഇന്നലെ പച്ചക്കറി ഒന്നും മേടിച്ചില്ല. ഐ ഡിഡ്ന്റ് ബൈ മെനി ഒന്നും വേണ്ട. ഐ ഡിഡ്ന്റ് ബൈ വെജിറ്റബിൾസ്. ഞാൻ പച്ചക്കറി മേടിച്ചില്ല. ഞാൻ ഇന്നലെ ഡ്രസ്സ് മേടിച്ചില്ല. ഐ ഡിഡ്ന്റ് ബൈ ഡ്രസ്. ഐ ഡിഡ്ന്റ് ബൈ ഡ്രസ്സസ് അല്ലേ? അയ്യോ ഞാൻ ഇന്നലെ തുണി അലക്കാൻ മറന്നു, ഞാൻ ഇന്നലെ തുണി അലക്കിയില്ല. അങ്ങനെ പറയാ. ഐ ഡിഡ്ന്റ് വാഷ് ക്ലോത്ത്സ്. ഐ ഡിഡ്ന്റ് വാഷ് മൈ ക്ലോത്ത്സ്. ഞാൻ തുണി അലക്കിയില്ല. പിന്നെയോ നീ ഒന്ന് പറഞ്ഞേ കുറച്ച് കാര്യങ്ങള്. അയ്യോ ഞാൻ സ്കൂളിൽ പോവാൻ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല. ഇന്നലെ സ്കൂളിൽ പോയില്ല. പറ. ഇന്നലെ സ്കൂളില്ലല്ലോ, അതുകൊണ്ട് ഇന്നലെ സ്കൂളിൽ പോയില്ല. I didn't go to school. I didn't go to school yesterday.
അല്ലേ? ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല. ഞാൻ ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കുറച്ച് നല്ല ഫുഡൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇന്നലെ എനിക്ക് വയറുവേദന ആയതുകൊണ്ട് ഇന്നലെ ഞാൻ റെസ്റ്റോറൻറ്റിലും പോയില്ല. അതെന്താ പറയാം? I didn't go to restaurant. I didn't go to a restaurant. ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഇന്നലെ പോയില്ല അല്ലേ? ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യണം എന്നറിയോ? ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മിക്കവാറും ഇങ്ങനെ ചോദിക്കും. അല്ല, നീ ഇന്നലെ പോയില്ലേ? നീ ഇന്നലെ അവനെ വിളിച്ചില്ലേ? നീ അത് ചെയ്തില്ലേ? കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അത് ഇല്ലേ 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 എന്നുള്ള നെഗറ്റീവിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അവിടെ നമുക്കൊന്നും ആലോചിക്കണ്ട, ഡിഡിൻറ്റ് വെച്ച് ചോദ്യം ചോദിച്ചാൽ മതി. ഓക്കെ? അപ്പം എങ്ങനെ ചോദിക്കാന്നറിയോ? നീ അവനെ വിളിച്ചില്ലേ? എങ്ങനെ ചോദിക്കും? Didn't you call him? Didn't you call him? നീ അവനെ വിളിച്ചില്ലേ? ഇപ്പൊ മിൽക്കുട്ടി ഇങ്ങനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ്ടോ. അപ്പൊ രാവിലെ മിക്കവാറും വരുന്ന അമ്മയുടെ അടുത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കും. ചെയ്തില്ലേ? അത് എടുത്തില്ലേ? അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? എങ്ങനെയുള്ള ചോദ്യങ്ങൾ സാധാരണ ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദിക്കാം? നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ? Didn't you do the homework? Didn't you do the homework എന്നോ അല്ലെങ്കിൽ didn't you complete the homework എന്നോ. നീ ഭക്ഷണം കഴിച്ചില്ലേ? Didn't you have food? Didn't you have food? നീ ഭക്ഷണം കഴിച്ചില്ലേ? നീ മുടി ചീകിയില്ലേ? Didn't you comb your hair? Didn't you comb your hair? നീ ഡ്രസ്സ് ധരിച്ചില്ലേ? Didn't you wear the dress? Didn't you wear the dresses? അല്ലേ? നീ ഡ്രസ്സസ് ഒന്നും ധരിച്ചില്ലേ? അത് കഴിഞ്ഞിട്ടോ പോവാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുക. അല്ല, നീ ബാഗ് എടുത്തില്ലേ? Didn't you take your bag? Didn't you take your bag? അല്ലേ? അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഡിൻറ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ? ഇപ്പം മിൽക്കുട്ടി ഇന്നലെ ഒരു ടൂർ പോയി വന്നെന്ന് വിചാരിക്കാം. ഓക്കെ? അപ്പം ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. ഓക്കെ? നീ ഇന്നലെ എവിടെയാ പോയത്? Where did you go? Where did you go? അല്ലേ? നീ ഇന്നലെ ടൂർ പോയോ? Did you go to tour? Go to tour അല്ല, go for a tour. For a tour. ടൂറിന്റെ മുമ്പിലും സിനിമയുടെ മുമ്പിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ഇടണം കേട്ടോ. കാരണം ആ സിനിമയ്ക്ക് പോയോ ടൂറിന് പോയോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ടൂറിലേക്ക് പോയോ എന്നല്ലല്ലോ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഫോർ ഇട്ട് കൊടുക്കണം അല്ലെ? ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഫോർ. ടൂറിന് പോയോ, സിനിമയ്ക്ക് പോയോ, മീറ്റിങ്ങിന് പോയോ, എന്നൊക്കെ വരുന്നിടത്തൊക്കെ ഫോർ ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ? അപ്പൊ നിങ്ങൾ ടൂറിന് പോയോ? ഇന്നലെ നീ ടൂറിന് പോയത്? ടൂറിന് പോയോ? ഡിഡ് യു ഗോ ഫോർ എ ടൂർ? നീ ഇന്നലെ ടൂറിന് പോയോ? നീ ഇന്നലെ എന്തൊക്കെയാ മേടിച്ചത്? എന്തൊക്കെയാ മേടിച്ചത്? What did you buy? What did you buy from there? നീ ഇന്നലെ അവിടുന്ന് എന്തൊക്കെയാ മേടിച്ചത്? നീ ഇന്നലെ എന്താ കഴിച്ചത്? What did you have? What did you have? നീ ഇന്നലെ എന്താ കഴിച്ചത്? ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഇന്നലെ കിട്ടാൻ വേണ്ടിയിട്ട് യെസ്റ്റർഡേ ചേർക്കണം കേട്ടോ. ഞാൻ ആ യെസ്റ്റർഡേയോട് പറയുന്നില്ല. നമുക്കറിയാം യെസ്റ്റർഡേ എന്നാണ് ഇന്നലെ. ഇനി ഒരു മാസം മുൻപ് എന്നാണെങ്കിൽ 1 month ago. കഴിഞ്ഞ മാസം എന്നാണെങ്കിൽ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ വർഷം എന്നാണെങ്കിൽ ലാസ്റ്റ് ഇയർ. അല്ലേ? ഇതൊക്കെ കഴിഞ്ഞു പോയ സമയങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞു പോയ സമയങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ അതിനകത്ത് ഏത് സമയം വരാട്ടോ. കഴിഞ്ഞു പോയ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് സംസാരിക്കുകയാണ്. അപ്പൊ രാവിലത്തെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ സമയമാണ്. അപ്പോഴും ഇൻ ദ മോർണിംഗ് എന്ന് വെച്ചിട്ട് പറയാം. ഓക്കെ? നിന്റെ കൂടെ ആരൊക്കെയാ വന്നത്? ആരൊക്കെയാണ് വന്നത്? നിന്റെ കൂടെ ആരൊക്കെയാ വന്നതെന്ന് ചോദിക്കാനായിട്ട് ഹൂ ഓൾ കെയിം വിത്ത് യു. ഹൂ ഓൾ കെയിം വിത്ത് യു. ആരൊക്കെയാണ് നിന്റെ കൂടെ വന്നത് എന്ന് ചോദിക്കാണ്. ഓക്കെ? നീ എവിടെയൊക്കെ സന്ദർശിച്ചു? നീ എവിടെയൊക്കെ സന്ദർശിച്ചു? എവിടെയൊക്കെ സന്ദർശിച്ചു എന്ന് ചോദിക്കണം. എവിടെ എന്നുള്ള വാക്ക് ആലോചിച്ചാൽ മതി. Where did you visit? Where did you visit? നീ എവിടേക്കാണ് സന്ദർശിച്ചത്? ഇനിയോ നിങ്ങൾ എങ്ങനെയാ പോയത്? എങ്ങനെയാ പോയത്? ട്രെയിനിലാവാം, ബസ്സിലാവാം, എങ്ങനെയാവാലോ. അപ്പൊ എങ്ങനെയാ പോയത്? എങ്ങനെ? How did you
go. ഹൗ ഡിഡ് യു ഗോ? നീ എങ്ങനെയാണ് പോയത് അല്ലേ? അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചോദിക്കാന്നല്ലേ നമ്മൾ പറഞ്ഞു. മിക്സ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, നീ ഇന്നലെ ടൂറിന് പോയോ? Did you go for a tour? നീ ഇന്നലെ ടൂറിന് പോയില്ലേ? Didn't you go for a tour? നീ എവിടെയാ പോയത്? Where did you go? ആരൊക്കെയാ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്? ആരൊക്കെ? ഹൂ ഓൾ? Who all came with you? Came with you. Came with you. Who all came with you? ഞാൻ ഇന്നലെ ഈ ടോയ്സ് ഒന്നും മേടിച്ചില്ല. ഞാൻ ഇന്നലെ ടോയ്സ് ഒന്നും മേടിച്ചില്ല. അപ്പൊ I didn't buy many toys. I didn't buy toys. അത്ര മതി. I didn't buy toys. ഞാൻ ടോയ്സ് ഒന്നും മേടിച്ചില്ല. ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ സിനിമയ്ക്കൊന്നും പോയില്ല കേട്ടോ. ഞാൻ ഇന്നലെ സിനിമയൊന്നും കണ്ടില്ല. I didn't കണ്ടില്ല എന്ന് പറഞ്ഞ ആദ്യം. ഞാൻ സിനിമയൊന്നും കണ്ടില്ല. I didn't watch മൂവി. ഞാൻ സിനിമയ്ക്ക് പോയില്ല എന്നാണെങ്കിലോ? I didn't go for a movie. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഡിഡിൻഡ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ സെന്റൻസ് പോസിറ്റീവ് ആക്കി പറഞ്ഞു, സെന്റൻസിനെ നെഗറ്റീവ് ആക്കി പറഞ്ഞു. ഇത്രയാണ് സാധാരണ നമ്മൾ ഒരു ടെൻസ്, ഏതൊരു ടെൻസ് എടുത്താലും ഇതേ സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടത് ഡിഡ് വെച്ചിട്ടല്ലേ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത ഡൂൺ ഡസും കൂടിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവും എന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നീ ടൂർ പോകാറുണ്ടോ? ചെയ്യാറുണ്ടോ? Do you go for a tour? Do you go for a tour? അല്ലേ? അവൻ ടൂർ പോകാറുണ്ടോ? Does he go for a tour? അവൻ എവിടെയാ പോകാറുള്ളത്? Where does he go? അവൻ എവിടെയാ പോയത്? എവിടെ? Okay. Where did he go? അവൻ ഇന്നലെ ടൂർ പോയില്ലേ? ഇല്ലേ? പോയില്ലേ? Didn't he go for a tour? അവൻ എന്താ മേടിച്ചത്? പറ, അവൻ എന്താ മേടിച്ചത്? അവൻ എന്താണ് മേടിച്ചത്? എന്താണ് മേടിച്ചത് അല്ലേ? എന്ത് മേടിച്ചു? എന്ത് ചെയ്തു? സ്വിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് മേടിച്ചു? അവൻ എന്താണ് What did he buy? അവൻ എന്താണ് മേടിച്ചത്? അവൻ എന്താ മേടിക്കാറുള്ളത് സാധാരണ? അവൻ എന്താണ് മേടിക്കാറുള്ളത്? What does he buy? ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇത് രണ്ടും കൂടി വരുമ്പോ കൺഫ്യൂഷൻ ആവരുത്. ഡൂ ചേർക്കേണ്ടടുത്ത് ഡൂവും, ഡസ് ചേർക്കേണ്ടടുത്ത് ഡസ്സും, ഡിഡ് ചേർക്കേണ്ടടുത്ത് ഡിഡും ചേർത്ത് പഠിച്ചാൽ ചെയ്യാമെന്തും കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിത് കഴിഞ്ഞു പോയതാണോ, ഇപ്പൊ നടക്കുന്നതാണോ, നടക്കാറുള്ളതാണോ, അല്ലേ, എന്ന് നടക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചൊരു മെസ്സേജാണ്, കമൻ്റായിട്ട് അയച്ചതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്നുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിക്കാട്ടോ. അപ്പോൾ മെസ്സേജ് ഇതാണ്: ഡൂ ഡസ് റുണ്ട് റുണ്ടോ എന്നല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ചെയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ ഡൂ ഡസിലും തുടങ്ങണം. അതേപോലെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴും ഡൂ ഡസിൽ നമ്മൾ സെന്റൻസ് പറയണം എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോ സംശയം ഇതാണ്, വേർ ഡു യു കം ഫ്രം എന്ന് വരുമ്പോൾ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ആണ് വരുന്നത്, ശരിയല്ലേ? എവിടെ നിന്നാണ് വരുന്നത്? അതില് റുണ്ടോ എന്നത് ഇല്ലല്ലോ. അപ്പൊ ചോദിക്കുകയാണ് റുണ്ടോ എന്നത് അതിൽ ഇല്ലല്ലോ എന്നാണ് ചോദ്യം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് റുണ്ടോ എന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡൂൺ ഡസിലും മാത്രം തുടങ്ങുന്ന കാര്യത്തിനാണ്. അതായത് നീ
പല്ല് തേക്കാറുണ്ടോ? ഡു യു ബ്രഷ്? അല്ലേ? നീ കുളിക്കാറുണ്ടോ? ഡു യു ടേക്ക് യുവർ ബാത്ത്? അപ്പൊ അവിടെ റുണ്ടോ എന്ന് വരുന്നുണ്ട്, ഉണ്ട്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വേറിലാണ് തുടങ്ങിയിരിക്കുന്നത്. വേർ ഡു യു കം ഫ്രം. അപ്പൊ ഇതിപ്പോ ഡു യു കം ഫ്രം എന്നാണെങ്കിൽ നീ വരാറുണ്ടോ എന്നാണ് വരിക, റുണ്ടോന്ന് വരും. പക്ഷെ വേർ ഡു യു കം ഫ്രം എന്ന് വരുമ്പോഴേക്കും നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് വരും. അപ്പൊ നമ്മള് വരുന്നത്, അപ്പൊ നമ്മള് ഒരു കാര്യം കൂടി പഠിക്കണം. ഈ റുണ്ടോ എന്ന് മാത്രമല്ല സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത്, വരാറുള്ളത്, വരുന്നത്, ഇങ്ങനെ രണ്ടും ഉണ്ട്. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോ ക്വസ്റ്റ്യൻ വേർഡിൽ വരുമ്പോ പ്രശ്നമില്ല. അതായത് ഡൂയിലും ഡസിലും ഒക്കെയാണ് വരുന്നത്, ഒരു ഓക്സിലറി വെർബിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ വരുന്ന ചോദ്യമാണെങ്കിൽ അതിന്റെ രീതി മാറും. അപ്പൊ അവിടെ നിങ്ങൾ വരാറുള്ളത്, വരുന്നത് ഇങ്ങനെ വരും. വരാറുള്ളത്, വരുന്നത്. നീ എവിടെ നിന്നാണ് വരാറുള്ളത് അങ്ങനെ ആവാം. അതല്ലെങ്കിൽ നീ എവിടെ നിന്നാണ് വരുന്നത്, വേർ ഡു യു കം ഫ്രം എന്ന് വരും. നീ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡു യു കം ഫ്രം മാത്രം മതി. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാണ് ഒരു ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്തൊരു രസകരമായ ചോദ്യം കേട്ടോ. ഇതിൽ ആദ്യത്തെ 1-2 വരി നോർമലാണ്. അതായത് മാഷെ മിലൂസ് എന്തിന്റെ 8ന്റെ പണിയാണാവോ എനിക്ക് അടുത്ത് തരുന്നത്? എന്താ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, മേ ഐ നോ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? നിന്റെ അല്ല, അതായത് ഇങ്ങനെ ചോദിച്ചോട്ടെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പേര് ചോദിക്കാനായിട്ട് മേ ഐ നോ യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കാം, അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ചോദിച്ചുകൂടെ? അതായത് മേ ഐ നോ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? നിങ്ങളുടെ നല്ല പേര് എന്താണെന്ന് ഞാൻ അറിഞ്ഞോട്ടെ എന്ന് ചോദിച്ചൂടെ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ശരിയല്ലേ ബ്രോ? ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഹോം? ഇങ്ങനെയും ചോദിച്ചൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യം എടുക്കാം. ഫസ്റ്റത്തെ ചോദ്യം, മേ ഐ നോ വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? അതായത് ഗുഡ് നെയിം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നല്ല പേര് നമ്മളൊന്നും കൂടി നല്ല രീതിയിൽ ചോദിക്കുകയാണ്. നിങ്ങളുടെ നല്ല പേര് ഞാൻ അറിഞ്ഞോട്ടെ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ നല്ല പേര് അറിഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനർത്ഥം അയാൾക്ക് മോശപ്പെട്ട മറ്റെന്തോ ഒരു പേരുണ്ട് എന്നാണ്, അല്ലേ? ഇന്നർ മീനിങ് അങ്ങനെ വരുന്നില്ലേ? അയാൾക്ക് മോശപ്പെട്ട മറ്റെന്തോ പേരുണ്ട്, അപ്പൊ ആ പേരല്ലാതെ നിങ്ങളുടെ നല്ല പേര് ഞാൻ അറിഞ്ഞോട്ടെ എന്നൊരു മീനിങ് വരും. അതുകൊണ്ട് ഇംഗ്ലീഷുകാർ ആരും ഇപ്പോൾ ഈ യൂസേജ് ചെയ്യാറില്ല, ഈ യൂസേജ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആരോടും പോയിട്ട് ഗുഡ് നെയിം ചോദിക്കരുത്. ഞാൻ മനഃപൂർവ്വമാണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് നെയിം ചോദിക്കാതിരുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എങ്ങനെയാണ്, മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നൊക്കെ ചോദിക്കും. അതൊരു നല്ല രീതിയിലുള്ള ചോദ്യമല്ല. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് യുവർ നെയിം ചോദിക്കാം, അല്ലെങ്കിൽ മേ ഐ നോ യുവർ നെയിം പ്ലീസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ യുവർ നെയിം പ്ലീസ്, ഇത്ര മാത്രം മതി. ഒരിക്കലും നിങ്ങൾ ഗുഡ് ചേർക്കരുത് കേട്ടോ. ഗുഡ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഇങ്ങനൊരു മീനിങ്, ഇന്നർ മീനിങ് കൂടി വരും എന്നാണ് ഇപ്പത്തെ കണ്ടുപിടുത്തം. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഹോം എന്ന് സ്പോക്കണിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ദെയർ ആർ എന്നാണ് നമ്മളൊരു സ്ഥലത്ത്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആറിന്റെ കൂടെ ദയറും കൂടി ഇടണം, എന്നാലേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഹോം, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് എങ്ങനെ വരിക? ദെയർ ആർ എന്നിട്ട് പറഞ്ഞിട്ട് 5 or 6 എത്രയെങ്കിലും പറയും. ദെയർ ആർ 6 മെമ്പേഴ്സ് ഇൻ മൈ ഹോം എന്നാ പറയാം. അപ്പൊ അതെന്റെ വീട്ടിലുണ്ട് എന്നാ പറയണം. ആ വീട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് എന്നാ. അപ്പൊ ഒരു സ്ഥലത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദെയർ ആർ തന്നെ പറയണം കേട്ടോ. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ എനിക്ക് കുറച്ച് രസകരമായിട്ട് തോന്നിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ. അത് നമ്മളിവിടെ വായിച്ചു. അപ്പോൾ ഇതുപോലുള്ള റെലവെൻ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോ വീഡിയോസിൻ്റെ എൻഡിൽ നമ്മൾ വായിക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പോകും, എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോസൊക്കെ വരാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത്. ഇപ്പോൾ മിൽക്കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, അതേപോലെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കോൺവെർസേഷനും ഗ്രാമറും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ നെയിം കാണില്ലേ അവിടെ, ആ ചാനൽ നെയിമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നമ്മുടെ ചാനലിൻ്റെ പേരും ഐക്കണൊക്കെ വരും.
അതിന് തൊട്ട് താഴെയായിട്ട് ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് എന്തുണ്ടാവും? ഹോം പേജ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ഷോർട്സ് ഉണ്ടാവും, പ്ലേലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം, വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റ് എന്നുണ്ടാവും. അതിൽ ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് കിട്ടും. അതായത് ഗ്രാമർ വീഡിയോസ് മാത്രം, അതുപോലെ കോൺവെർസേഷൻ വീഡിയോസ് മാത്രം, ഇങ്ങനെ ഓരോ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ സെക്ഷൻ വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടണ്ട. എല്ലാ വീഡിയോസിൻ്റെയും താഴെ കൊമൻറ്റ് ബോക്സിൽ ഞാൻ കൊമൻ്റായിട്ട് ഈ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോൻ്റെ കൊമൻറ്റിൽ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് നോക്കാൻ അറിയില്ലേ? ജസ്റ്റ് ആ മോർ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ കണ്ടിട്ടില്ലേ താഴെ വീഡിയോസിൻ്റെ? അതിൻ്റെ തൊട്ട് താഴെ കൊമൻറ്റ്സ് ഉണ്ടാവും. ഓരോരുത്തർ കമൻറ്റ് ചെയ്തേ. ആ കൊമൻറ്റ്സിൽ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വീഡിയോസ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. പ്ലേലിസ്റ്റിലോട്ട് കയറാനുള്ള ഡയറക്റ്റ് ലിങ്ക് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് കോൺവെർസേഷൻ വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ. അതുവരേക്കും ബൈ.